ഈ കാണുന്നത് ഒരു യുദ്ധക്കളം പോലെ തോന്നുന്നുണ്ടല്ലേ? ഇന്ന് ആകെ കൂടി ഒരു കുഴപ്പം പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ഹാലാക്ക് 9ാം മാസത്തിലെ വാക്സിൻ എടുത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മൂഡ് ഒട്ടും ശരിയായിരുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ ഇന്ന് പത്തിരി ഒന്നും ഉണ്ടാക്കാണ്ട് വേഗം ഇടിയപ്പം ഉണ്ടാക്കി പണി തീർക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നേ. പിന്നെ അവിടെ നല്ല പഴുത്ത കുറച്ച് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പഴംപൊരികൾ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇന്നത്തെ ഫുൾ ഇഫ്താറിൻ്റെ മെനു ഞാൻ വീഡിയോ എടുക്കണം എന്ന് ഓർത്തുകൊണ്ടാട്ടോ എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആകെ ഫ്ലോപ്പായി. ഇടിയപ്പത്തിനെല്ലാം മാവ് കുഴച്ചിട്ട് ഞാൻ ചുടാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും എന്ത് ചെയ്താൽ അച്ചിന്ന് അത് ചാടി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവസാനം ഉമ്മ അതെന്തൊക്കെയോ കാണിച്ച് പത്തിരി ആക്കി കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കി കുറേ സമയം എൻ്റെ വേസ്റ്റ് ആയി പോയിട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വീഡിയോ എടുക്കണം എന്ന് ഓർത്തുകൊണ്ടിരുന്നത് അവസാനം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതൊരു പഴംപൊരി ഉണ്ടാക്കണം മാത്രം കഥയായി പോയിട്ടോ. സമയമാണെങ്കിൽ നല്ല വൈകിട്ടും ഉണ്ടായിരുന്നു. ബാങ്ക് കൊടുക്കാറായിട്ടും ഉണ്ടായിരുന്നു. വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് അടുക്കള ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല കേട്ടോ. അതാണ് ഈ കാണുന്നത് കേട്ടോ നിങ്ങൾ. പിന്നെ പാത്രങ്ങളും ഉണ്ടായിരുന്നു കുറച്ച് കഴുകാനായിട്ട്. എല്ലാം കഴുകിയും വെച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടാട്ടോ ഈ പാത്രം എല്ലാം കഴുകി വെച്ചതും അടുക്കളയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നതും. ഫ്ലോപ്പായെങ്കിലും എല്ലാ സമയത്ത് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്തിരി ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയാട്ടോ. എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം എന്ന് ഓർക്കണ ദിവസം എല്ലാം ഫ്ലോപ്പായി പോകും കേട്ടോ. അത് അതുപോലെ നടക്കുകയേ ചെയ്യൂല. പിന്നെ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയ പഴംപൊരിയും കട്ട് ഫ്രൂട്ട്സും മുന്തിരി ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നേ. അവസാനം എല്ലാവരും കൂടി നിന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാട്ടോ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇടിയപ്പത്തിൽ നിന്ന് വഴിമാറി പത്തിരി ആയതാണെങ്കിലും പത്തിരി നൈസായിരുന്നു കേട്ടോ.